ബട്ടർ പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു 25 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിലേക്ക് 3-4 ഗ്രാമ്പൂ, ഒരു 4 ഏലക്ക എന്നിവ ചേർത്ത് വഴറ്റുക. അതിന് ശേഷം 3-4 വെളുത്തുള്ളിയും ഒരൽപ്പം ഇഞ്ചിയും 2 സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 3 മീഡിയം ടൊമാറ്റോയും കൂടി അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം ഒരു 25 ഗ്രാമോളം വരുന്ന കശുവണ്ടിയും കൂടി ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ മൂടി വയ്ക്കുക. അതിനുശേഷം തക്കാളിയൊക്കെ സോഫ്റ്റായി കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതേ ചീനച്ചട്ടി തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും 25 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്യുക. അതിലേക്ക് 2 ബേ ലീവ്സും ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നന്നായിട്ട് വഴലുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം പൊടികളൊക്കെ ചേർക്കുക. പൊടികളുടെ അളവുകളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ആവി വരുന്നവരെയൊക്കെ ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം തീയിൽ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് നല്ല സ്റ്റീമൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു തീയിൽ ആവി വരുന്നത് വരെ ചൂടാക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. തീ എപ്പോഴും നല്ല സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള പനീർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മൂടി വെച്ചൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്യുക. വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക.